യെസ് മകളെ, അപ്പൊ നമ്മുടെ ഓണം എക്സാം ഒക്കെ വരെയാണ്. അപ്പൊ നമുക്ക് 8ാം ക്ലാസ്സിൽ നമ്മുടെ ഓണം എക്സാമിന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട പോർഷൻസും നമുക്ക് ഇനി ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനാണ് സാറ് വന്നേക്കുന്നത്. അപ്പൊ നമ്മള് ഓണം എക്സാമിന് ആദ്യം നമ്മൾ പോണേക്കാളും മുമ്പ് നമുക്ക് ഏതൊക്കെ ചാപ്റ്റർ ആണ് നമ്മുടെ ഓണം എക്സാമിന് പഠിക്കാനുള്ളതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് യൂണിറ്റ് വണ്ണിലെ കുറച്ച് ചാപ്റ്ററും അതേപോലെ തന്നെ യൂണിറ്റ് 2 ചാപ്റ്റേഴ്സും ആണ് നമുക്കുള്ളത്. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം യൂണിറ്റ് 1 നമുക്ക് ഏതൊക്കെ ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത് നോക്കാം. നമുക്ക് യൂണിറ്റ് 1 2 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. അതില് ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാല് ഷാംഷാ അക്ബർ കോ കോൺ സിക്കായേഗ, അതായത് നമ്മുടെ അക്ബർ, ബീർബൽ, ബൂഡി മഹിള ഇവരൊക്കെയുള്ള ആ ഒരു ചാപ്റ്റർ. അതേപോലെ തന്നെ അടുത്ത ചാപ്റ്റർ ജ്ഞാൻമാർഗ്, നമ്മുടെ ഗുരുവും ശിഷ്യന്മാരൊക്കെ സിംഹം പിടിക്കാമെന്ന ചാപ്റ്റർ ഒക്കെ ഇല്ലേ, അതാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ. ഇനി ദെൻ യൂണിറ്റ് 2 വരുമ്പോ അതില് 2 ചാപ്റ്റേഴ്സ് നമുക്കുണ്ട്. അതിൽ ആദ്യത്തേത് സുഖ് ദുഃഖ് എന്ന് പറഞ്ഞ ഒരു കവിതയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അത് കഴിഞ്ഞാല് പിതാക്കാ പ്രായശ്ചിത് എന്ന് പറഞ്ഞ ഒരു കഥ കൂടി നമുക്ക് അതില് പഠിക്കാനായിട്ടുണ്ട്. അപ്പോ ഈ 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഓണം എക്സാമിന് പഠിക്കാനായിട്ടുള്ളത്. ഇനി ഈ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ഈ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ക്ലാസ്സിലേക്ക് പോകാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചാപ്റ്റർ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ഓരോന്നിന്റെയും അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നന്നായിട്ട് തന്നെ വായിച്ച് ആ ചാപ്റ്ററിനെ പറ്റിയിട്ട് നന്നായിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കണം. അതേപോലെ തന്നെ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അത് കവിതയാണോ കഹാനിയാണോ, അതേപോലെ തന്നെ അത് ആരാണ് എഴുതിയത് എന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ എക്സാമിന് പോകാനായിട്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനായിട്ടുള്ളത് ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. ഇനി ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിൽ ഏതൊക്കെ പോയിന്റുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് ഇറങ്ങാലോ. അപ്പൊ അതിൽ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാല് ഷാഹൻഷാ അക്ബർ കോ കോൺ സിക്കായേഗ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇതില് അക്ബറിന്റെ ഡയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അക്ബർ എഴുതുന്ന ഡയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ഡയറി നന്നായിട്ട് പഠിക്കുക. വേറൊന്നുമല്ല ഡയറി, അതായത് നമ്മുടെ ബീർബല് ആളുകളെ കൊണ്ടുവരുന്നതും അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അക്ബർ പഠിക്കുന്നതുമാണ് ആ ഒരു ഡയറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആ ഡയറി നന്നായിട്ട് പഠിക്കാം. ഇനി അതില് 2 വാർത്താലാപുണ്ട്. ഈ 2 വാർത്താലാപും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേറൊന്നുമല്ല, ബൂഡി മഹിളയും അക്ബറും തമ്മിലുള്ള ഒരു വാർത്താലാപുണ്ട്. അതേപോലെ തന്നെ ബൂഡി മഹിളയും ബീർബൽ, തന്റെ ശിഷ്യനായിട്ടുള്ള ബീർബലിനെ കാണുമ്പോൾ ബീർബലായിട്ടും തമ്മിലുള്ള ഒരു വാർത്താലാപുണ്ട്. അപ്പോ ഈ 3 കാര്യങ്ങളും, അക്ബറിന്റെ ഡയറി, അതേപോലെ തന്നെ ബൂഡി മഹിളയും അക്ബറും തമ്മിലുള്ള വാർത്താലാപ്, അതേപോലെ ബൂഡി മഹിളയും ബീർബലും തമ്മിലുള്ള വാർത്താലാപ്, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നന്നായിട്ട് തന്നെ പഠിച്ചതിന് ശേഷം മാത്രം അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പൊ ആദ്യത്തെ ചാപ്റ്ററിലെ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ജ്ഞാൻമാർഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിലെ പോസ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ പോസ്റ്റർ നന്നായിട്ട് പഠിക്കുക. ആ പോസ്റ്റർ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആ പോസ്റ്ററിൽ എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പോകുക. അതേപോലെ തന്നെ അതില് രാജ്കുമാറിന്റെ ഡയറി ഉണ്ട്. ആ രാജ്കുമാറിന്റെ ഡയറി നന്നായിട്ട് പഠിക്കുക. ആ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയാലോ അല്ലെ. ഡയറി എഴുതുമ്പോൾ ആദ്യം ഡേറ്റ് കാര്യങ്ങളൊക്കെ വേണം. അതിനുശേഷം അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വേണം നമ്മൾ ഡയറി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഒരു ബോക്സ്, നമ്മുടെ പോസ്റ്റർ വരയ്ക്കുമ്പോഴായാലും ഡയറി വരയ്ക്കുമ്പോഴായാലും ബോക്സ് വളരെ നിർബന്ധമാണ്. ആ ബോക്സും വരക്കാം. അതിനുശേഷം അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പൊ യൂണിറ്റ് 1 2 ചാപ്റ്റർ നമ്മൾ പറഞ്ഞു. ഒന്ന് ഷാംഷാ അക്ബർ കോ കോൺ സിക്കായേഗ, അതേപോലെ ജ്ഞാൻമാർഗ്. ഈ 2 ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ട് വേണം പോകാൻ. ഇനി നമുക്ക് യൂണിറ്റ് 2 വരാം. യൂണിറ്റ് 2 ആദ്യം പഠിക്കാനായിട്ടുള്ളത് നമുക്ക് സുഖ് ദുഃഖ് എന്ന് പറഞ്ഞൊരു കവിതയാണ്. ഈ കവിത പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഏറ്റവും കൂടുതൽ പഠിക്കാനായിട്ടുള്ളത് അതിലെ ആസ്വാദൻ ടിപ്പണിയാണ്. അപ്പൊ ഏത് കവിതയായാലും അതിന്റെ ആസ്വാദൻ ടിപ്പണി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആശയം നന്നായിട്ട് പഠിക്കുക. ഈ ആശയം പഠിക്കുന്നതിനേക്കാളും മുമ്പായിട്ട് നിങ്ങൾക്ക് ആശയം സിമ്പിൾ ആയിട്ട് തോന്നാനായിട്ട് നിങ്ങൾ നല്ല പോലെ ആ കവിത ഒന്ന് വായിച്ച് അതിന്റെ മീനിങ് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ആസ്വാദൻ ടിപ്പണി
ടിപ്പണി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ആ ആസ്വാദന ടിപ്പണി നന്നായിട്ട് പഠിക്കാം. ദെൻ അതിലെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഒരിക്കലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ചോദിക്കാറില്ല. നമുക്കൊരു പാരഗ്രാഫോ അല്ലെങ്കിൽ കവിതയുടെ കുറച്ച് ഭാഗങ്ങളോ തന്നിട്ടാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കാറുള്ളത്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ യൂണിറ്റ് 2 ഫസ്റ്റ് ചാപ്റ്റർ സുഖദുഃഖ് ആസ്വാദന ടിപ്പണി നന്നായിട്ട് പഠിക്കാം. ദെൻ അടുത്ത ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ, കുറച്ച് വലിയ ചാപ്റ്റർ ആണ്, കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പിതാക്ക പ്രായശ്ചിത് എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്റർ, ആ ഒരു ചാപ്റ്ററിലെ അരുണ ഗാന്ധി കി ഡയറി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഡയറി നന്നായിട്ട് പഠിക്കുക. ദെൻ അരുണ ഗാന്ധിയുടെ തന്നെ ഒരു ലെറ്റർ ഉണ്ട്, ആ ലെറ്ററും നന്നായിട്ട് പഠിക്കുക. ദെൻ അരുണ ഗാന്ധിയും അതേപോലെ തന്നെ പിതാജിയും തമ്മിലുള്ള വാർത്താലാപ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിലെ ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അരുണ ഗാന്ധിയുടെ ഡയറി, അതേപോലെ തന്നെ അരുണ ഗാന്ധിയുടെ ലെറ്റർ, ദെൻ വാർത്താലാപ്, അരുണ ഗാന്ധിയും പിതാജിയും തമ്മിലുള്ള വാർത്താലാപ്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ യൂണിറ്റ് 1 2 ചാപ്റ്റർ ഷാഹംഷാ അക്ബർക്ക് കോൺസിക്കായങ്ക ജ്ഞാൻ മാർഗ്, യൂണിറ്റ് 2 സുഖദുഃഖും അതേപോലെ തന്നെ പിതാക്ക പ്രായശ്ചിത്തും. അപ്പോൾ ഈ 4 ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ വിട്ടുപോകാതെ പഠിക്കേണ്ട പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് അടിപൊളിയായിട്ട് എക്സാം എഴുതുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.